ഹരിത കേരള മിഷന് സ്റ്റാൾ കെട്ടാനായി ശാസ്താംകോട്ടയിലെ മുളങ്കൂട്ടങ്ങൾ വെട്ടിനശിപ്പിച്ചു. ജലശുദ്ധീകരണശാലയ്ക്ക് സമീപം സർക്കാർ സ്ഥലത്ത് വെച്ചുപിടിപ്പിച്ച മുളകളാണ് വെട്ടിനശിപ്പിച്ചത്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന് സ്റ്റാൾ കെട്ടാനായാണ് മുളകൾ വെട്ടിയതെന്നാണ് വിവരം. ശാസ്താംകോട്ട ആഞ്ഞിലിമൂട് പാതയോരത്ത് തണലിനും തടാകത്തിലേക്കുള്ള മണ്ണൊലിപ്പ് തടയുന്നതിനുമായി വർഷങ്ങൾക്ക് മുമ്പ് സാംസ്കാരിക പരിസ്ഥിതി സംഘടനകൾ നട്ടുവളർത്തിയ മുളകളാണ് വ്യാപകമായി വെട്ടിയത്. സർക്കാരിന്റെ 4ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന് കൊല്ലത്ത് സ്റ്റാൾ കെട്ടാൻ ഉപയോഗിക്കുന്നതിനാണ് മുളങ്കൂട്ടം വെട്ടിയതെന്നാണ് വിവരം. താൽക്കാലിക ജീവനക്കാരനാണ് മുളകൾ വെട്ടുന്നതിന് നേതൃത്വം നൽകിയത്. സംഭവമറിഞ്ഞ് ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തെത്തി. മുള കടത്താനുള്ള നീക്കം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. പോലീസ് എത്തി മുള വെട്ടിയവരെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് മോടി കൂട്ടുവാൻ വേണ്ടി കൊല്ലം ആശ്രമം മൈതാനം അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുറിച്ചതെന്നാണ് വന്ന് മുറിച്ചവർ പറഞ്ഞത്. അവർ ഈ പ്രദേശവാസികളാണ്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് അവരെ വന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വാഹനത്തിൽ കുറച്ചധികം മുള അടപ്പുണ്ട്. ഏകദേശം ഇവിടെ തിട്ടപ്പെടുത്തിയപ്പോൾ 40 അടിയിൽ കൂടുതൽ വലിപ്പമുള്ള 20 മുളയാണ് അവർ മുറിച്ചിരിക്കുന്നത്. താലൂക്ക് ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്, വില്ലേജിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ബന്ധമില്ല. ഇത് തീർത്തും പ്രതിഷേധാർഹമാണ്. ഈ മനോഹരമായ ഈ തീരത്ത് തടാകത്തിന്റെ പ്രദേശത്ത് വൃഷ്ടിപ്രദേശത്ത് വനവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഇവിടെ മണ്ണൊലിപ്പ് തടയാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സർക്കാർ പരിപാടിക്കാണ് വെട്ടിയതെന്നും സമ്മതപത്രം എത്തിക്കാമെന്നും പറഞ്ഞതിനാൽ കേസെടുക്കാതെ വിട്ടയച്ചതായി ശാസ്താംകോട്ട പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.